സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ആര് കൈവിട്ടാലും ഉപേക്ഷിച്ചാലും നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. പരിശുദ്ധ ഖുർആനിൽ ഒരു വചനം തന്നെയുണ്ട്, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നിന്റെ രക്ഷിതാവ് നിന്നെ കൈവിട്ടിട്ടുമില്ല, വെറുത്തിട്ടുമില്ല. ഇൻഷാ അല്ലാഹ്. എന്നിൽ വന്നു ചേരുന്ന എല്ലാ വിധികളും എൻ്റെ റബ്ബിൻ്റേതാണ്. എൻ്റെ റബ്ബിൻ്റെ ഓരോ വിധി എൻ്റെ നല്ലതിന് വേണ്ടി മാത്രമാണ്. ഈ രണ്ട് യഥാർത്ഥങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളെ തളർത്താൻ ആർക്കും പറ്റില്ല. റബ്ബാണ്. നമ്മുടെ സങ്കടത്തിൻ്റെ ആഴം എല്ലാം അറിയുന്നത് നമ്മുടെ നാഥനാണ്. കാരണം നമ്മൾ സങ്കടങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരയുമ്പോഴെല്ലാം നമ്മുടെ കണ്ണീരിന് സാക്ഷിയായത് നമ്മുടെ റബ്ബ് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളുണ്ടാകും. ദുഃഖമാശങ്ക, കടങ്ങൾ, മനസ്സിനൊരു സമാധാനമില്ല. അതുപോലെ നമ്മൾ പല പല തെറ്റുകൾ ചെയ്യുന്നവരാണ്. ദിവസവും എന്ത് തെറ്റ് ചെയ്യരുതോ എന്ന് പറയുന്നുവോ ആ തെറ്റുകളെല്ലാം നമ്മൾ ആവർത്തിച്ച് ചെയ്ത് നമ്മുടെ റബ്ബിനോട് നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നു. നമ്മൾ മനുഷ്യരാണ്, തെറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. ചില പാപങ്ങൾ നമ്മൾക്കറിയാം, ചിലത് നമ്മൾ മറക്കുന്നു, ചിലത് നമ്മൾ ചെറുതായി കരുതുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവയെല്ലാം വലുതാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് നമ്മുടെ അള്ളാഹുവിനോട് തെറ്റ് ചെയ്യുന്നതിനും പാപങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയും പൊറുക്കുന്നതിന് വേണ്ടിയുമുള്ള ഒരു ദിക്റാണ് ഇത്. ആ ദിക്റാണ് നമ്മൾ എത്ര വലിയ പാപം ചെയ്താലും അള്ളാഹുവിൻ്റെ കരുണ അതിനേക്കാൾ വലുതാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നതും ഇവിടെയാണ് ഈ ദിക്റ്. ഈ ദിക്റ് പറഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവുമാണ്, നമ്മുടെ എല്ലാ പാവങ്ങളും മാപ്പാക്കി തരുന്നതുമാണ്. അസ്തഗ്ഫിറുല്ലാ 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 പറയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. ഈ അസ്തഗ്ഫിറുല്ലാ ദിവസവും നിങ്ങൾ പറഞ്ഞു നോക്കൂ. ജീവിതം തന്നെ തകർന്നു പോയ ഒരാൾക്ക് ജോലിയില്ല, സമാധാനമല്ല, വീട്ടിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒരാളോട് അവനോട് പറഞ്ഞ് നീ അധികമൊന്നും ചെയ്യേണ്ട, അസ്തഗ്ഫിറുല്ലാ മാത്രം പറഞ്ഞാൽ മതി, നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അയാൾ ദിവസവും അസ്തഗ്ഫിറുല്ലാ പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതം പതിയെ മാറാൻ തുടങ്ങി. ഇത് കഥയല്ല, ഇത് അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനമാണ്. അസ്തഗ്ഫിറുല്ലാ ദിവസവും നമ്മൾക്ക് നടക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും നമ്മൾ ചുമ്മാ ഇരിക്കുന്ന ഏത് സമയത്തും അസ്തഗ്ഫിറുല്ലാ പറയും തോറും നമ്മുടെ പാവങ്ങൾ മാപ്പാക്കപ്പെടും, നമ്മുടെ ഹൃദയങ്ങൾ ലഘുവാക്കപ്പെടും, ബുദ്ധിമുട്ടുകൾ വഴികൾ തുറക്കപ്പെടും, റിസ്ക് വർദ്ധിപ്പിക്കും, സന്തോഷമുള്ള വാർത്തകൾ വരും, ദുആ ചെയ്യുമ്പോൾ വേഗം ഉത്തരം ലഭിക്കും. ഈ ഒരു ചെറിയ ദുആ കൊണ്ട് എന്തെല്ലാം വലിയ വലിയ മാറ്റങ്ങളാണ് വരുന്നതെന്നറിയാമോ? അസ്തഗ്ഫിറുല്ലാ എന്നത് ദിക്ർ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. നമ്മൾ അള്ളാഹുവിനോട് എന്ത് പാപം ചെയ്തിട്ടും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവനെന്ത് ഇഷ്ടമാണെന്നറിയാമോ? എത്ര വലിയ തെറ്റ് ചെയ്താലും നമ്മൾ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ പറഞ്ഞ് മാപ്പ് ചെയ്ത് തിരികെ വന്നല്ല നമുക്ക് ആ പാപം പുറത്തു തരിക ചെയ്യുന്നു. പിന്നെ വീണ്ടും ആ തെറ്റിലേക്ക് പോകാതിരുന്നാൽ മാത്രം മതി. നമ്മൾ ഒരു നിമിഷം ചിന്തിക്കണം, നമ്മൾ ഖബറിൽ കിടക്കുന്ന സമയം നമ്മൾ ഒറ്റയ്ക്കാണ്. അന്ന് നമുക്ക് പണമില്ല, സുഹൃത്തുക്കളില്ല, കുടുംബമില്ല. നമ്മളെ രക്ഷിക്കാൻ വരുന്നത് നമ്മൾ ഈ ലോകത്ത് പറഞ്ഞ ഈ ചെറിയ ദിക്റുകളും അമലുകളും മാത്രമാണ്. അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ പറഞ്ഞ വാക്കുകൾ അന്ന് നമ്മെ രക്ഷിക്കും. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ ഇത്ര പാപം ചെയ്താൽ ഞാൻ അള്ളാഹു എന്നെ മാപ്പാക്കുമോ? പക്ഷെ ഒരിക്കലുമില്ല. അള്ളാഹുവിൻ്റെ കരുണയ്ക്ക് പരിധിയില്ല, നമ്മുടെ നാഥന് കരുണയ്ക്ക് പരിധിയില്ല. നമ്മൾ എത്ര വലിയ പാപം ചെയ്താലും എത്ര ദൂരെയായാലും നമ്മൾ സത്യസന്ധമായി തിരിഞ്ഞ് പറയണം, യാ റബ്ബേ എൻ്റെ തെറ്റ് ചെയ്ത് എന്നെ മാപ്പാക്കണമേ. അപ്പോൾ അള്ളാഹു നമ്മളെ കൈവിടില്ല, അള്ളാഹു സന്തോഷിപ്പിക്കും. ഒരു പാപി തിരിച്ചു വരുമ്പോൾ നമ്മൾ ഒരു പടി മുന്നോട്ട് പോയ അള്ളാഹു കൂടുതൽ അടുത്ത് വരും. അവൻ കാത്തിരിക്കുന്നു നമ്മൾ തിരിച്ചു വരാൻ. അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടരുത്. എത്ര വലിയ പാപമായാലും ഒരു അസ്തഗ്ഫിറുല്ലാ, ഒരു സത്യസന്ധമായ തൗബ ചെയ്ത് നമ്മുടെ ജീവിതം മാറ്റാൻ അത് മതി. അല്ലാഹുവേ, ഞങ്ങൾ പാവികളാണ് റബ്ബേ, ഞങ്ങളുടെ എല്ലാ പാവങ്ങളും മാപ്പാക്കി തരയണമേ. ഞങ്ങൾ പറഞ്ഞ ഓരോ അസ്തഗ്ഫിറുല്ലാ നമ്മുടെ രക്ഷയ്ക്കായി മാറ്റണമേ.
നമ്മുടെ ഖബറിൽ ഇരുട്ടിൽ വെളിച്ചമാക്കണമേ. ഹിസാബിൻ്റെ ദിവസം സഹായമാകണമേ. ഞങ്ങളുടെ ജന്നത്തിൽ ചേർക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹ് നമ്മുടെ ഹൃദയം നിൻ്റെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ. ഞങ്ങൾ ചെയ്ത എല്ലാ പാപങ്ങളും മാപ്പാക്കി ഞങ്ങളെ നല്ല വഴിയിൽ നിലനിർത്തണമേ. യാ റബ്ബൽ ആലമീനായ തമ്പുരാനെ, നിൻ്റെ കരുണയും ശക്തിയും ഇല്ലാതെ